ഡി നീയൊക്കെ പ്രിൻസിപ്പലിനെ കൊണ്ട് എന്നെ ചീത്ത വിളിപ്പിച്ച് അടങ്ങുമല്ലേ? ആ പെണ്ണിന്റെ മൂക്കിനിട്ടടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അയ്യോ ആന്റി, അവരല്ല, അതെടുത്തത് ഞാനാ. ഓ അല്ല, ഞാനാ അത് പിടിച്ചേ. സോറി ആന്റി. ആഹാ, 3 പേരും കൂടെ എന്നെ വട്ടാക്കുവാണല്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? പ്രിൻസിപ്പൾ ചോദിച്ചപ്പോഴും മിണ്ടിയില്ല, ഇപ്പോഴും മിണ്ടാട്ടോ ഇല്ല. ദേ, കുസൃതി കൂടുന്നുണ്ട് കേട്ടോ. പ്രിൻസിപ്പൽ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. ഡി, നിന്നെ ഞാൻ വയറ് നിറച്ച് കിട്ടിയല്ലേ? ആ കിട്ടി. അല്ല എന്നിട്ടെന്താ നീ അകത്തേക്ക് വരാതിരുന്നേ? അതിന് ഞാനല്ലല്ലോ ആ പെണ്ണും പിള്ളേരുടെ കൈ കയറി പിടിച്ചത്, നീയല്ലേ? അബദ്ധം പറ്റിയതാണെങ്കിലും ആകെ നാണക്കേടായി പോയി. നീ കാരണം എടുക്കാവുന്ന നാണക്കേട് മുഴുവൻ എന്റെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പ്രിൻസിപ്പാള് പെണ്ണും പിള്ളേരുടെ വായിലിരിക്കണത് കൂടി ഞാനെന്തിനു കേൾക്കണം? നല്ലതല്ല പുറത്തുനിന്ന് ആവശ്യത്തിന് കിട്ടുന്നുണ്ടല്ലോ. ഡേയ്, അതിന് നീ വിഷമിക്കുന്ന എന്തിന്? നിന്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ വിധിയുണ്ടെങ്കിൽ വന്നിരിക്കും. എന്റെ മോളിപ്പോ വളർന്നു വലുതായി കാണും, അമ്മുക്കുട്ടിയും ഇന്ദുവിനെയും പോലെ. ഇപ്പൊ അവളുടെ രൂപം എന്തായിരിക്കും? സുന്ദരിയായിരിക്കും, അല്ലാതെ പിന്നെ. അവളിപ്പോ നല്ല കുസൃതിയായിരിക്കും അല്ലേ? റംബുട്ടാൻ നട്ടാൽ മാങ്കോസ്റ്റും കിളിക്കില്ലല്ലോ. അച്ഛന്റെ ഗുണങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അടുത്ത കളിക്ക് ബ്ലാക്ക് പാന്തേഴ്സ് നമ്മൾ തോപ്പിക്കണം. 3 ഏഞ്ചൽസിനെ എങ്ങനെയെങ്കിലും പാര വെച്ച് സ്പ്ലിറ്റ് ചെയ്യാനാ അവൾമാര് നോക്കുന്നത്. അത് നടക്കില്ല. നമ്മുടെ ഈ കൂട്ടുകെട്ട് ആർക്കും തകർക്കാൻ പറ്റില്ല. അതിന് ആര് വന്നാലും സാധിക്കില്ല. നമ്മൾ ഒറ്റ കെട്ടായിരിക്കും. അതെ, എനിക്ക് കാഞ്ഞിരംപാറയ്ക്ക് ഒരു ഓട്ടോ ഉണ്ട്, ഞാൻ പോവാ. പിന്നൊരു കാര്യം, ഓളം ഓർത്ത് ഇവിടെ നിൽക്കുന്നതൊക്കെ കൊള്ളാം. ഏതെങ്കിലും പെണ്ണുങ്ങളെ കൈ കയറി പിടിച്ച തല്ലുകൊള്ളാൻ ഞാനിവിടെ ഇല്ല എന്നുള്ള ഓർമ്മ വേണം.